മണ്ഡലകാലത്ത് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ വൺ വേ കർശനമാക്കേണ്ടി വരുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ. ഇന്നർ റിംഗ് മുഴുവനും വൺ വേ ആണ്. ഇന്നർ റിംഗ് ഈ വൺ വേ അല്ലാതെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വൺ വേ കൃത്യമായിട്ട് പോയേ പറ്റൂ. ഔട്ടർ റിംഗ് കൂടി ഈ മണ്ഡല മാസം അല്ലെങ്കിൽ ഈ വൃശ്ചികം 1-ാം തീയതി പോലത്തെ ഔട്ടർ റിംഗും വൺ വേ ആക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വലിയ വാഹനങ്ങൾ മുഴുവനും റോഡ് സൈഡിൽ പാർക്കിംഗ് ആണ്. അപ്പോൾ അത് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വാഹനങ്ങൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ എന്തായാലും പോലീസ് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ വൺ വേ ഏകദേശം കൈരളി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വൺ വേ, അതായത് മഞ്ചുള മുതലേക്ക് കൈരളി വരെ വളരെ വൃത്തിയായിട്ട് വൺ വേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ്. ഇത്തവണ നമുക്ക് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ വളരെ കുറവാണ്. മായ ബസ് സ്റ്റാൻഡ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ മറ്റു വാഹനങ്ങൾ അധികം കയറാറില്ല. അപ്പോൾ ഈ ഉള്ള പാർക്കിംഗ് ഫെസിലിറ്റികൾ അത് വരുന്ന ആളുകൾക്ക് ഇന്ന സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് എന്ന് ശാസ്ത്രീയമായ രീതിയിൽ അവർക്ക് അറിയാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഗുരുവായൂർ വരുന്ന ആളുകൾക്ക് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും തിരിച്ചറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ റൗണ്ടാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് അവർക്കൊരു പാർക്കിംഗ് സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് ഒന്നുകിൽ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏകാദശി മണ്ഡലകാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നഗരസഭയിൽ ചേർന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AS മനോജ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് സ്റ്റാൻഡ് ഈ സീസണിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. ടൗൺ ഹാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിൻ്റെ പിൻഭാഗത്തുള്ള സ്ഥലം അതിൻ്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അതിന് കത്ത് അപ്പോൾ അതിന് അവിടെ പാർക്ക് ചെയ്ത കുറേ കാറുകൾ അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. ബസ് സ്റ്റാൻഡാണെങ്കിൽ നമ്മൾ ഈ സീസണ് മുമ്പേ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ പണി കഴിച്ച് ഉദ്ഘാടനം നടത്തണമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. പക്ഷെ നടന്നില്ല. എന്തായാലും അടുത്ത സീസണ് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പെട്രോൾ പമ്പിന് സമീപം പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.